ഞാൻ ബിന്ദു പ്രസാദ് അക്യുപഞ്ചറിസ്റ്റാണ്. അപ്പോൾ ഞാനൊരു കാര്യം നിങ്ങളോട് സംസാരിക്കാൻ വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അക്യുപഞ്ചർ നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചതാണോ? ശരീരത്തിലെ ഇന്ന ഭാഗത്ത് മസാജ് ചെയ്താൽ ഇങ്ങനെ രോഗം മാറും എന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചതാണോ? ഒരു 1-2 പേര് ചോദിച്ചപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇതെന്ത് ചോദ്യമാണ് എന്നുള്ളത്. കാരണം ഒരു കാര്യം നമുക്ക് പഠിക്കാതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇപ്പം എങ്ങനെയാണ് പഠിച്ചേക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ നല്ല ചെറിയ തോതിലൊന്നുമല്ല, ഞങ്ങളൊരു 4-4.5 വർഷം കുറേ ആൾക്കാർ കഷ്ടപ്പെട്ടിട്ടാണ് നമുക്കതിൻ്റെ റിസൾട്ട് ഉള്ളത്. ഇപ്പോൾ ഇതിൻ്റെ പഠിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പഠിക്കാൻ നമ്മൾ 1-2 അല്ല, എല്ലാം നമ്മളിങ്ങനെ ശരീരത്തിൽ ഓരോ ഓർഗൻ വൈസ് അതിൻ്റെ എല്ലാം തന്നെ നമുക്കിങ്ങനെ പഠിക്കാനുണ്ട്. അത് നമ്മൾ ശരിക്കും ഒരു 3-4 വർഷം കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഇങ്ങനെ പഠിച്ചെടുക്കുന്നത്. എല്ലാം എന്തൊക്കെ പഠിക്കാനുണ്ടോ, ഒരു മനുഷ്യ ശരീരത്തിൽ എന്തൊക്കെ നമുക്ക് പഠിക്കാനുണ്ടോ അതെല്ലാം നമ്മൾ പഠിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഇപ്പോൾ ഒരു രോഗത്തിന് ഒരാൾക്ക് എന്തെങ്കിലും ചെയ്യാനോ അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാനോ പറ്റുള്ളൂ. അപ്പം ഇത് കണ്ടേ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറുകളാണ്, അത് റിഫ്ലെക്സോളജിയാണിത്. അപ്പോൾ റിഫ്ലെക്സോളജിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഫിസിയോളജി കണ്ടേ, ഫിസിയോളജിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫിസിയോളജി സെക്കൻഡ് പേപ്പർ. അതുപോലെ തന്നെ അക്യുപഞ്ചർ, അങ്ങനെ എല്ലാം എക്സാമായിട്ട് നടന്ന് അതിൻ്റെ അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ബുക്ക് കാണിച്ചു, ഇതിപ്പോൾ ഈ ബുക്കാണ് കാണിച്ചത്. അതുപോലെ തന്നെ അടുത്ത ബുക്ക്, ഇതെല്ലാം നമുക്കിങ്ങനെ പഠിക്കാൻ ആവശ്യം പോലെ പഠിക്കാനുണ്ട് ഇതിനകത്ത്. ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുത്തെങ്കിലേ നമുക്ക് പറ്റുള്ളൂ. അത് കണ്ടേ അക്യുപഞ്ചറിൻ്റെ ഇതെല്ലാം നമ്മൾ നോക്കി പഠിക്കുക തന്നെ വേണം. പിന്നെ കണ്ടേ 1-2 അല്ല, കുറേ ബുക്കുകളുണ്ട് നമുക്കിങ്ങനെ. അപ്പോൾ ഇതെല്ലാം നമ്മൾ പഠിച്ചെടുക്കുന്നത്. അതുപോലെ ഇതിനപ്പുറത്ത് മറ്റൊരു കാര്യം നിങ്ങൾക്ക് കണ്ട്, ഇതുപോലെ റെക്കോർഡ് നമ്മൾ വരച്ച് കൊടുക്കേണ്ടി വരും. കണ്ടോ, റെക്കോർഡ് നമ്മൾ ഇതുപോലെ ഓരോന്നും വരച്ച് കണ്ടോ, അത് അവർ സൈൻ ചെയ്ത് തരണം നമുക്ക്, എങ്കിലേ റെക്കോർഡിന് ഇത്ര മാർക്ക് കിട്ടുകയുള്ളൂ. അല്ലാതെ നമ്മൾ വെറുതെ ഓടി വന്നിരുന്ന അക്യുപഞ്ചറിന് ഇന്ന പോയിന്റുകൾ ചെയ്താൽ, അല്ലെ യൂട്യൂബിൽ നോക്കിയിട്ടോ അല്ലെങ്കിൽ വെറുതെ എവിടെയെങ്കിലും നോക്കിയിട്ടോ ഒന്നും അല്ല. ഇതെല്ലാം നമ്മൾ നല്ല രീതിയിൽ പഠിച്ച് എക്സാം എഴുതി ഉണ്ടേ. അപ്പം നിങ്ങളൊക്കെ ചോദിക്കും വെറുതെ ആണോ ഇത് നമ്മൾ കൊടുത്ത്, നമ്മൾ അവരുടെ സൈൻ വാങ്ങണം. സൈൻ വാങ്ങിയെങ്കിലേ കണ്ടോ, സൈൻ വാങ്ങിയെങ്കിലേ നമുക്ക് റെക്കോർഡിന് ഇത്ര മാർക്ക് കിട്ടുള്ളൂ. അല്ലാതെ അല്ലേ, ഇത് ചോദിക്കുന്നവർക്ക് ഒരു ബോധവും ഇല്ല എന്ന് നമുക്ക് തോന്നും അല്ലേ. ഇതുപോലെ എല്ലാം പിക്ചറുകളെല്ലാം നമ്മൾ വരച്ച് കാണിക്കണം നമ്മളവരെ. നമുക്ക് ഇത് ചിലരുടെ ചോദ്യം കേൾക്കുമ്പം നമ്മൾ പഠിച്ചതൊന്നും ഒന്നുമല്ലാതായി പോകും നമുക്ക്. കണ്ടേ നോക്ക്, ഓരോ ഓർഗനും വരച്ച് അതിൻ്റേതായ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വേണം നമ്മൾ അക്യുപഞ്ചർ. അല്ലാതെ അക്യുപഞ്ചറിൽ ഓടിച്ചൊന്നും ഒരു ദിവസം കൊണ്ടോ അല്ലെ 3 മാസ കോഴ്സിന് ഇരിക്കുന്നവരും ഉണ്ടാകാം, 1 വർഷ കോഴ്സിന് ഇരിക്കുന്നവരും ഉണ്ടാകാം. പക്ഷേ മാസ്റ്റർ ഡിപ്ലോമയൊക്കെ പോകുക എന്ന് പറഞ്ഞാൽ, മാസ്റ്റർ ഡിപ്ലോമ പോകുമ്പോഴത്തേക്കും നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും പഠിച്ചെങ്കിലേ നമുക്ക് പറ്റുള്ളൂ. കണ്ടേ, അപ്പം ചോദിക്കുന്നവർ ഇനിയെങ്കിലും ഒന്നും മനസ്സിലാക്കുക, അക്യുപഞ്ചർ എന്താണ്, അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റുമായിട്ട് ഇരിക്കുന്ന എല്ലാവരുടെയും കാര്യം എനിക്കറിയത്തില്ല. 3 മാസത്തെ കോഴ്സിന് പോയവരും 1 വർഷ കോഴ്സിന് പോയവരും ഇരിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് മൊത്തത്തിൽ പഠിച്ച ആൾക്കാർ എവിടെയുണ്ടോ അവിടെ നോക്കി നിങ്ങൾ പോകാൻ ശ്രമിക്കുക കഴിവിൻ്റെ പരമാവധി. ഇതിപ്പം നോക്ക് അതെ, എല്ലാം നമ്മൾ ഇതുപോലെ എഴുതി വരച്ച് കാണിച്ച് റെക്കോർഡ് കൊടുത്ത് സബ്മിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടി സർട്ടിഫിക്കറ്റ്, നമുക്ക് പാസ്സായി സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. എല്ലാം അല്ലേ, ഇതൊക്കെ എന്താണെന്ന് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. എല്ലാ ഓർഗണും മനുഷ്യ ശരീരത്തിൽ ഇത് വരച്ച് കാണിക്കണം അല്ലേ. അക്യുപഞ്ചർ പോയിന്റുകളും ഇത് കഷ്ടപ്പെട്ടാലേ ഇതെല്ലാം നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ വെറുതെ ഓടിച്ചെന്ന് അങ്ങോട്ട് സർട്ടിഫിക്കറ്റ് കാശ് കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് പോരുകയോ ഒന്നും അല്ല ചെയ്തിരിക്കുന്നത്. പഠിച്ച് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് നമ്മളിരിക്കുന്നത്. ഇനിയെങ്കിലും ഒന്ന് കുറച്ച് പേരെങ്കിലും മനസ്സിലാക്കണം. ഇത് ചോദിക്കുമ്പോൾ ഒരു വിഡ്ഢിത്തരമാണ് ചോദിക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ടും ചോദിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങളിത് എന്തോ പഠിച്ചിട്ടാണോ, നിങ്ങൾ തന്നെ ഇതാണോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. കണ്ടേ, ഇനി എൻ്റെ റെക്കോർഡാണോ ഇതെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ എൻ്റെ പേര് നോക്കുക. കണ്ടേ,
കണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ നമ്മൾ അവരുടെ സീലും വെച്ച് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണോ അതിൻ്റെ സീലും വെച്ച് റെക്കോർഡ് സബ്മിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ മാർക്ക് കിട്ടുള്ളൂ. അപ്പം നല്ലതുപോലെ കഷ്ടപ്പെട്ട് 3-4 വർഷം 4.5 വർഷത്തോളം എടുത്ത് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് മാസ്റ്റർ ഡിപ്ലോമയിൽ എത്തിയത്. അതിനകത്ത് അക്യുപഞ്ചർ എന്ന് പറയുമ്പോൾ അക്യുപഞ്ചർ മാത്രമല്ല, അക്യുപഞ്ചറുണ്ട്, റിഫ്ലെക്സോളജി ഉണ്ട്, ഓറിക്കുലർ ഉണ്ട്. അതിൻ്റെ ഓരോ ബുക്കുകളും വേറെ വേറെയാണ്. ഇപ്പം എന്താണ്ടേ ഇത് വരുന്നത് റിഫ്ലെക്സോളജിയാണ് വരുന്നത്. അപ്പോൾ കാലിൻ്റെ കാര്യങ്ങളാണ് ഇതിനകത്ത് വരിക കൂടുതലും. കണ്ടോ, കാല് സംബന്ധമായ റിഫ്ലെക്സോളജി എന്ന് പറയുമ്പോൾ നമ്മൾ കാലിൻ്റെ വെള്ളയ്ക്കാണ് ചികിത്സിക്കുന്നത്. അപ്പോൾ കൂടുതലും ഇങ്ങനെ കാലിൻ്റെ പോയിൻറ്റുകളും എല്ലാമാണ് അതെങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ഓറിക്കുലർ വരുമ്പോൾ ഇതുപോലെ ചെവിയുടെ പിക്ചറുകളാണ്. ചെവിയിൽ ഓരോ ഓർഗണുകളും എവിടെയൊക്കെയാണ് ചെവിയുടെ പോയിൻറ്റുകളിൽ ഇരിക്കുന്നത്, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് ഓരോന്നും നമ്മൾ കഷ്ടപ്പെട്ട് തന്നെയാണ് പഠിച്ചെടുക്കുന്നത്. ഈ സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർക്കാണെങ്കിൽ അത് എങ്ങനെയാണ് വരുന്നത്. നമുക്ക് ഇപ്പോൾ ഒരാൾക്കൊരു കിഡ്നി പ്രശ്നം ഉണ്ടായി, നേരിട്ട് ആ കിഡ്നിയെ അങ്ങ് ചികിത്സിക്കുകയല്ല ചെയ്യുന്നത്. അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഓർഗണുണ്ട്, ആ ഓർഗണെ നോക്കും. ആ ഓർഗൺ നോക്കി അതിൽ എന്താണോ പ്രശ്നമെന്ന് കണ്ടുപിടിച്ചതിന് ശേഷമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഓർഗൺ ഒന്നും ഈ ഭൂമിയിൽ ഒറ്റയ്ക്ക് സ്ഥിതി ചെയ്യുന്ന അല്ലെ ഒറ്റയ്ക്ക് സ്ഥാനമുള്ളതോ ഒറ്റയ്ക്ക് നിലകൊള്ളുന്നതോ ആയിട്ട് ഒന്നും ഈ പ്രപഞ്ചത്തിലില്ല. ഒന്നിനോട് എപ്പോഴും കണക്റ്റഡ് ആണ്. അതുപോലെ തന്നെയാണ് മനുഷ്യ ശരീരം എല്ലാ ഓർഗണും അടുത്തൊരു ഓർഗണുമായിട്ട് കണക്ഷനുണ്ട്. ഇപ്പോൾ കിഡ്നി യൂറിനറി ബ്ലാഡറാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പം ലങ്സ് ലാർജ് ഇൻഡസ്ട്രീനാണ്. ഓരോ ഓർഗണായിട്ട് കണക്റ്റഡ് ആയിട്ട് കിടക്കുന്നതുകൊണ്ട് നമ്മളത് നല്ലതുപോലെ പഠിക്കണം. ഈ ഓർഗണിനൊരു കംപ്ലയിൻ്റ് ഉണ്ടായത് എന്തുകൊണ്ടാണ്, ആ ഓർഗൺ അല്ല ആദ്യം കംപ്ലയിൻ്റ് ആവുക, അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഓർഗൺ നോക്കണം. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിനകത്ത് പഠിക്കാനുണ്ട്. അങ്ങനെ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇനിയെങ്കിലും മനസ്സിലാക്കുക, അക്യുപഞ്ചർ പഠിച്ചിട്ടിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് തന്നെ പോയി ചികിത്സിക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങളല്ലാതെ ഓടിപ്പോയി വണ്ടച്ച് ഒരിടത്ത് തൊട്ട് വിടുന്ന ഒരു കാരണവശാലും അത് കഴിവിൻ്റെ പരമാവധി ചെയ്യാതിരിക്കുക തന്നെ ചെയ്യണം. നിങ്ങൾ ഈ വണ്ടച്ച് ചെയ്യുന്നവരെന്ന് പറയുമ്പോൾ അന്നേരമുള്ള ആശ്വാസം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ജീവിതത്തിൽ മെഡിസിൻ ഉപയോഗിക്കത്തില്ല എന്ന് പറയുന്ന ആൾക്കാർ വേണമെങ്കിൽ വണ്ടച്ചിൽ പോയിക്കും. പക്ഷേ ഇത് നമുക്ക് എന്ത് മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്നോ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ അക്യുപഞ്ചറിൽ ചികിത്സിക്കുന്നത്. അല്ലാതെ മെഡിസിൻ നിങ്ങളങ്ങ് സ്റ്റോപ്പ് ചെയ്യുമെന്ന് പറയത്തില്ല. അത് വണ്ടച്ചുകാരാണ്, അത് അക്യുപഞ്ചർ അല്ല. അവർ ഏറ്റവും കൂടുതൽ നാഡീ ചികിത്സയിൽ വരുന്നതാണ് അവരുടേത്. അപ്പം തീർച്ചയായിട്ടും അക്യുപഞ്ചർ എന്ന് പറയുമ്പോൾ നീഡിൽ ഉപയോഗിച്ചും അതുപോലെ തന്നെ പോയിൻറ്റുകൾ മസാജ് ചെയ്തുകൊണ്ടുമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമുക്ക് മെഡിസിൻ കഴിക്കുന്നതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. മെഡിസിൻ കഴിച്ചാൽ ആ മെഡിസിൻ്റെ അളവിന് നമ്മൾ ഇപ്പം ഡയബറ്റിക് പേഷ്യൻ്റ് വരുന്നു, അവർക്ക് 360 ഡയബറ്റിക് ഉണ്ട്. അപ്പോൾ നമ്മൾ അക്യുപഞ്ചർ ചെയ്തുകൊണ്ട് തന്നെ അല്ലെ സുജോക് തെറാപ്പി ഇതിലേത് ചെയ്താലാണ് അവർക്ക് റിസൾട്ട് കിട്ടുന്നതെന്ന് നോക്കും. ആ റിസൾട്ടും പ്രകാരം ഡയബറ്റിക് കുറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇപ്പോൾ 360 ഉള്ള ഒരാൾ വന്ന് 3 ദിവസം കഴിയുമ്പോൾ അവർക്ക് 230 വരുന്നു എന്നും പറഞ്ഞിട്ട് ഉടനെ മെഡിസിൻ കുറയ്ക്കാൻ നമ്മൾ പറയില്ല. അവരേത് ഡോക്ടറെയാണോ കൺസൾട്ട് ചെയ്തത് ആ ഡോക്ടറെ അടുത്ത് ചെന്ന് എനിക്ക് ഇത്ര നാൾ കൊണ്ട് ഇപ്പം കുറവാണ് നിൽക്കുന്നത്, അപ്പം ഞാൻ ഇൻസുലിൻ എടുക്കണമോ വേണ്ടയോ ഡോക്ടറോട് ചോദിച്ചിട്ട് വേണം മെഡിസിൻ്റെ അളവ് കുറയ്ക്കാൻ. അല്ല നമ്മൾ പറയുന്നത് കേട്ടിട്ട് മെഡിസിൻ്റെ അളവ് കുറയ്ക്കാൻ പറയുന്നില്ല, മെഡിസിൻ നിർത്താനും നമ്മൾ പറയുന്നില്ല. അക്യുപഞ്ചറിൽ മെഡിസിൻ കഴിക്കാൻ പാടില്ല എന്ന് പലരും പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെയല്ല, അക്യുപഞ്ചറിലല്ല, അത് വൺ ടച്ച് തെറാപ്പി എന്ന് പറഞ്ഞിട്ടാണ് അത് നാഡീ ചികിത്സയിൽ വരുന്നതാണ്. അതൊരിക്കലും അക്യുപഞ്ചർ അല്ല. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക. അക്യുപഞ്ചറിൽ ഒരു കാരണവശാലും മെഡിസിൻ നിർത്താൻ അവർ പറയില്ല. പലരും ഇങ്ങനെ ചോദിക്കുന്നതിൻ്റെ പിന്നിൽ അവരുടെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ മാനസികമായിട്ട് തളർത്തുക എന്നുള്ളതാണ്. അക്യുപഞ്ചറിൽ നമ്മൾ കഷ്ടപ്പെട്ട് 4.5 വർഷം പഠിച്ചെടുത്തിരിക്കുന്നത് മാനസികമായിട്ട് തളരാനല്ല. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടുന്നത്, നിങ്ങൾ എവിടെയെങ്കിലും ഒരു അക്യുപഞ്ചർ സ്ഥാപനത്തിൽ ചെല്ലുമ്പോൾ മെഡിസിൻ കഴിക്കേണ്ട, നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു കാര്യം മനസ്സിലാക്കുക, അവർ അക്യുപഞ്ചർ പൂർണ്ണമായിട്ടും പഠിച്ചിട്ടില്ല എന്നുള്ളത്. അക്യുപഞ്ചർ പൂർണ്ണമായിട്ടും പഠിച്ച് അക്യുപഞ്ചർ ചെയ്യാനായിട്ടിരിക്കുന്ന ഒരു അക്യുപഞ്ചറിസ്റ്റ് തീർച്ചയായിട്ടും നിങ്ങളോട് മെഡിസിൻ കഴിക്കേണ്ട എന്ന് പറയില്ല. കഴിച്ചുകൊണ്ടിരിക്കുന്ന മെഡിസിൻ, ഇപ്പം നിങ്ങൾക്ക് ഹാർട്ടിന് പ്രശ്നമുണ്ട്, നിങ്ങൾ വർഷങ്ങളായിട്ട് മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഡയബറ്റിക് ഇത്ര വർഷമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക, നിങ്ങളോട് പെട്ടെന്ന് മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കതിൻ്റെ പ്രശ്നമുണ്ടാകും. താൽക്കാലികമായിട്ട് 1 മാസത്തേക്കോ 2 മാസത്തേക്കോ 3 മാസത്തേക്കോ ഒരു പ്രശ്നം ഉണ്ടാകില്ല, പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ ഇരട്ടിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ കഴിവിൻ്റെ പരമാവധി മെഡിസിൻ കഴിക്കേണ്ട എന്ന് ഒരു അക്യുപഞ്ചറിസ്റ്റ് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പോകാതിരിക്കുക.
കാരണം നിങ്ങൾ പിന്നീട് മെഡിസിൻ എപ്പോഴെങ്കിലും കഴിക്കേണ്ടി വന്നാൽ നിങ്ങൾക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് പ്രശ്നമുണ്ടാകും. അപ്പം ഒരു കാര്യം മനസ്സിലാക്കുക, അക്യുപഞ്ചർ നല്ലതുപോലെ അതായത് നല്ല രീതിയിൽ അക്യുപഞ്ചർ പഠിച്ചെടുത്ത ഒരു വ്യക്തിയും മെഡിസിൻ നിർത്താൻ പറയത്തില്ല. ഇപ്പം നിങ്ങൾക്ക് ഡയബറ്റിക് ഒരു പേഷ്യൻ്റാണ് എൻ്റെ അടുത്ത് വരുന്നത്, ഒരു 360 ഡയബറ്റിക് ആണ്, നിങ്ങൾ മെഡിസിൻ ഇൻസുലിൻ 2 നേരം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ പേര് എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യുക, അതുപോലെ തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്യുക. അതായത് ഞാൻ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ വീട്ടിലിരുന്ന് ചെയ്താലും മതി. 1 or 2 പ്രാവശ്യം എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ സ്വയം ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഡയബറ്റിക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ 4 ദിവസം കഴിഞ്ഞപ്പോൾ ഒരാൾ എന്നോട് വന്ന് പറഞ്ഞു എനിക്ക് 230 360 നിന്ന്. ഞാൻ പറഞ്ഞു മെഡിസിൻ നിങ്ങൾ ഇൻസുലിൻ എടുത്തുകൊണ്ടിരിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യേണ്ട, അത് കണ്ടിന്യൂ ചെയ്യുക, ഇത് കുറച്ച് നാളുകൂടി ചെയ്യുക. ചെയ്തതിന് ശേഷം ഡയബറ്റിക് നോർമലിലെത്തി എന്ന് തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ കുറവാണെന്ന് തോന്നിയാൽ നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറെ കണ്ടതിന് ശേഷം മെഡിസിൻ്റെ അളവ് കുറച്ച് എഴുതി തരണം, ഇനി കുറച്ച് കഴിക്കുന്നുള്ളൂ, എനിക്കിങ്ങനെയാണെന്നുള്ളത് ചോദിക്കുക. ഡോക്ടറോട് തന്നെ ചോദിച്ചതിന് ശേഷമാണ് ഡോക്ടർ പറയുന്നതനുസരിച്ച് മാത്രം ചെയ്യാനാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഞാൻ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യാൻ ആരോടും പറയാറില്ല അക്യുപഞ്ചറിൽ. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ എവിടെ മെഡിസിൻ കഴിക്കേണ്ട എന്ന് പറയുന്നുണ്ടോ അവർ പൂർണ്ണമായിട്ട് പഠിച്ച ഒരു വ്യക്തി ആയിരിക്കില്ല. ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ടുള്ള പലരും തന്നെ ഒരു 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം വരുമ്പോൾ തന്നെ 4 പ്രാവശ്യം വരുമ്പോൾ തന്നെ അവർക്ക് ഒരു 80% റിസൾട്ട് ഉറപ്പാണ്. ഇപ്പം ഫുൾ ബോഡി പെയിൻ തീർത്തും അനങ്ങാൻ വയ്യാതെ ഇവിടെ വന്ന വർഷങ്ങളായിട്ട് ബോഡി പെയിൻ മാറാതിരുന്ന ഒരു വ്യക്തി വന്നത് അവർ പറയുന്ന കാര്യം നിങ്ങളൊന്ന് കേട്ട് നോക്കുക. അപ്പം നിങ്ങൾ മാഡത്തിനെ കാണാൻ വരുന്നത് ഫുൾ ബോഡി പെയിൻ ആയിട്ടായിരുന്നു. ഏകദേശം ഇപ്പോൾ ഒരു 6 സിറ്റിംഗ് കഴിഞ്ഞു. 4ാമത്തെ സിറ്റിംഗ് ആയപ്പോഴേക്കും ഏറെക്കുറെ എൻ്റെ ബോഡി പെയിൻ ഒരു 75% കുറഞ്ഞ് മാറിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 6th ആയിട്ടാണ് സിറ്റിങ്ങിന് വന്നിരിക്കുന്നത്. ഒരു 95% മാറിയിട്ടുണ്ട്. ഇനിയും വന്ന് ഫുൾ മാറാനാണ് എൻ്റെ ആഗ്രഹം. പെയിൻ കില്ലർ വാങ്ങിച്ച് കഴിച്ച് മറ്റ് രോഗം വരുത്തുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ രോഗം വരുത്താതെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്കൊരു ഏകദേശം ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ ഒരു 3 പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം വരുമ്പോൾ തന്നെ റിസൾട്ട് ഉണ്ട്. അപ്പം പൂർണ്ണമായിട്ട് അങ്ങ് മാറ്റുകയാണെന്നൊന്നും ഞാൻ പറയില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ ഇതിനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും, അതായത് കുറയ്ക്കാം. ഇപ്പോൾ ഡയബറ്റിക് ആണെങ്കിലും BP ആണെങ്കിലും കൊളസ്ട്രോൾ ആണെങ്കിലും നിങ്ങൾക്ക് നോർമലാക്കി കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ഇത് വീഡിയോ ഫുള്ളൊന്ന് കേട്ട് നോക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞു തരാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരിക. ഓക്കെ.